ഓം ശാന്തി. പലപ്പോഴും രാത്രികളിൽ ടെൻഷനും നിരാശയും സങ്കടവും ആകാംക്ഷയുമെല്ലാം ചേർന്ന് മനുഷ്യന്മാരുടെ ഉറക്കമില്ലാതാക്കാറുണ്ട്. എത്രയോ സമയം കുറേ ആളുകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു, കിടന്ന് എത്രയോ നേരം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ ഒരിക്കലാണ് രാത്രി ഉറക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, ഉറക്കം തീരാത്ത പോലെയാണ് ഉണരുന്നത്. ഇങ്ങനെ കുറേ ആളുകളുടെ അടുത്തുനിന്ന് ഇങ്ങനെയുള്ളതായിട്ടുള്ള പരാതികൾ കേൾക്കാറുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കിടന്ന് വളരെ വേഗം ഉറങ്ങാനും ഉറക്കമില്ലായ്മ എന്നൊരവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് സുഖനിദ്രയിലേക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ലെങ്കിൽ അതിന് മുന്നും പിന്നും ഉള്ളതായിരിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. വീഡിയോ കണ്ട് ഉറക്കം വരുമ്പോൾ കിടക്കുന്നൊരു പണിയുണ്ട് പലർക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ച് ഉറക്കം വരുമ്പോൾ അങ്ങനെ ചെരിഞ്ഞ് കിടന്നുറങ്ങുന്ന പണിയുണ്ട്. പക്ഷേ ഈ എല്ലാ സന്ദർഭങ്ങളിലും ഒരു കാര്യം സംഭവിക്കാറ്, അങ്ങനെ ഉറങ്ങുന്നവർക്ക് ഉറക്കം മതിയായിട്ട് ഉണരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിന്, അവരുടെ ശരീരത്തിന് ഞാൻ എല്ലാ പണി നിർത്തിവെച്ചു റെസ്റ്റിലേക്ക് പോവുകയാണ് എന്നൊരു മെസ്സേജ് കിട്ടുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ഘടകം. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങും മുന്നേ നമ്മൾ സാധാരണഗതിയിലിട്ട ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഉറങ്ങാൻ നേരത്തുള്ള ഫ്രഷ് ഡ്രസ്സ് ഇട്ട് കൈകാൽ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ, കമ്പ്യൂട്ടറോ മൊബൈലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റെ റേഡിയേഷൻ ഉറക്കത്തിൽ നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ളതായിരിക്കുന്ന ദൂരത്തിലേക്ക് മാറ്റിവെച്ച് സ്വയം ഞാൻ ഉറങ്ങാൻ വേണ്ടി തയ്യാറായി ഇന്നത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന മെസ്സേജ് നമ്മുടെ കർമ്മത്തിലൂടെ ശരീരത്തിന്, ബ്രെയിനിന് ഇൻഫർമേഷൻ കൊടുക്കണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രവർത്തനത്തിന് അത് നിർത്തിവെക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് ഓഫാക്കാൻ നോക്കുന്ന കമ്പ്യൂട്ടർ പലപ്പോഴും ഇന്ന ഫയൽസൊക്കെ റൺ ചെയ്യുന്നുണ്ട്, ഫോഴ്സ്ഫുള്ളി അതിനെ നിർത്തണോ അതോ നിങ്ങൾ അതൊക്കെ ക്ലോസ് ചെയ്യോ, അതാ ക്ലോസ് ചെയ്യാതിരിക്കണോ എന്നൊക്കെ നമ്മളടുത്ത് ചോദിക്കാറുണ്ട് അല്ലേ. മനുഷ്യന്മാരുണ്ടാക്കിയൊരു ബ്രെയിനാണല്ലോ അതും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആ ബ്രെയിൻ അത് സെയിം ഫാക്ട് ഇവിടെ നടക്കും. നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് ബിസിയായിട്ട് സമയമായി പോയി കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അത് വർക്ക് നിർത്തിവെക്കാനായെന്നൊരു ബോധ്യം അതിനില്ല. അപ്പം അതുകൊണ്ട് അത് ചോദിക്കും, ഈ ഫയൽ ഇനിയും ചെയ്യാണ്ടല്ലോ, ആ കാര്യം ഇനിയും ചെയ്യാണ്ടല്ലോ, ഇങ്ങനെ പല കാര്യങ്ങളും അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഇത് കണ്ടിട്ട് വേണം ചെയ്യാൻ, ഈ കാര്യം കഴിച്ചിട്ട് വേണം അവരോടത് പറയാൻ. ഇങ്ങനെയൊക്കെ ഒന്നുകിൽ ഭാവിയിലെ പ്ലാനിങ്ങിനെ കുറിച്ച്, അതല്ലെങ്കിൽ നമുക്ക് ഇമോഷണലായിട്ട് വളരെയധികം വിഷമം തന്ന് സങ്കടപ്പെട്ട് വെച്ചതായിട്ടുള്ള ആക്റ്റീവായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹാളിൽ വലിയൊരു ശബ്ദം ഇങ്ങനെ ധ്വനി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി വലിയ സൗണ്ട് ഉണ്ടാക്കിയും കാര്യങ്ങൾ ചെയ്തും അവിടെ ആ സൗണ്ടിൻ്റെ പ്രഭാവം കൊണ്ട് ഈ ശബ്ദം കേൾക്കാതെ കുറച്ച് സമയം ഇരുന്നേക്കാം. പക്ഷേ ഈവൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി, റൂമിൽ മറ്റെല്ലാ സൗണ്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്കിനുള്ളിലായിട്ടുള്ള ടിക് 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 ശബ്ദം പോലും നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കേൾക്കും. ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മനസ്സ് വിടുതലായിക്കൊണ്ട് ഇനി ശാന്തമാവാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇട്ട് വെച്ചതായിട്ടുള്ള എല്ലാ ടിക് 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 ശബ്ദങ്ങളും അത് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള 2-3 ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒന്ന്, ഉറങ്ങാൻ സമയമായി എന്ന് ബ്രെയിനിന് മനസ്സിലാവാത്തത് കൊണ്ട് അത് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും കിടന്ന ഉറക്കം വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് എൻ്റെ മൈൻഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അതും നമ്മളെ കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ടതായിട്ടുള്ള ആകാംക്ഷ, അതും നമ്മളുടെ എനർജീനെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. ആൽഫ വേവ്സിൽ നമ്മൾ സ്ലീപ്പിലേക്ക് പോകുന്നതിന് പകരം ആൽഫ വേവ്സിൽ എത്തിക്കഴിയുമ്പോൾ ഇത്തരം തോട്ട്സിലൂടെ അതിങ്ങനെ കറങ്ങാൻ പോകാൻ തുടങ്ങും. അപ്പോൾ ഒരിക്കലും ഡെൽറ്റ വേവ്സിലേക്ക് പോകാനോ നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടാനോ സാധ്യമല്ല. എന്നാലും നിങ്ങൾക്ക് ഉറക്കം കിട്ടില്ല. അതല്ലെങ്കിൽ കഴിഞ്ഞുപോയ പാസ്റ്റിലെ പണ്ടത്തെ കാര്യമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പോൾ നിയറസ്റ്റ് പാസ്റ്റിലെ ആയിക്കോട്ടെ, ഇമോഷണലി ഹെർട്ട് ചെയ്തതായിട്ടൊരു കാര്യം നമുക്കുണ്ടെങ്കിൽ, മനസ്സ് വല്ലാതെ വിഷമിച്ച ഒരു ഫാക്ടർ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫീലിംഗ് ഫാക്ടർ അത് മറ്റെല്ലാ സൗണ്ടും ശാന്തമാകുമ്പോൾ അത് ടിക് 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 എന്ന് കേൾപ്പിക്കാൻ തുടങ്ങും. റൂമിൻ്റെ ഉള്ളിലെ ക്ലോക്ക് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൻ്റെ സമയത്തിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ശബ്ദത്തിനെ വീണ്ടും കേൾപ്പിക്കും, അവർ പറഞ്ഞ കാര്യങ്ങളെ കേൾപ്പിക്കും, അഥവാ ഇവൻ്റ് മുന്നിലേക്ക് കൊണ്ടുവരും. അതോടുകൂടിയിട്ട് മനസ്സിന് പിന്നെ അലയാൻ പോകാനേ തോന്നുള്ളൂ. അത് വയ്യെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാൾ കൃത്യമായിട്ട് പണിയെടുക്കുമെങ്കിൽ ക്ഷീണിതനായിട്ടുള്ള ഒരാൾ പണിയെടുത്തേ പറ്റൂ എന്നൊരു നിർബന്ധിത സാഹചര്യം വരുമ്പോൾ അത് കഷ്ടപ്പെട്ട് വലിഞ്ഞ് കാര്യം ചെയ്യും പോലെ ആ സമയത്ത് മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും, അതിന് ഉറങ്ങണം. പക്ഷേ അതിന് കൊടുക്കുന്നതായിരിക്കുന്ന നമ്മുടെ ഡയറക്ഷൻസ്, തോട്ട്സിലൂടെ അതിന് കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശം ഇനിയും പണിയെടുക്കാനാണ്. അതുകൊണ്ട് അത് അലയാൻ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാതിരിക്കുകയും ആ ഉറക്കം കിട്ടാതിരിക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ രാത്രി വൈകി ഉറങ്ങുമ്പോൾ കറക്റ്റായിട്ടുള്ള സുഖനിദ്ര കിട്ടിയിട്ടില്ല എങ്കിൽ
ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും റെസ്റ്റ് ആവില്ല. ആ റെസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ രാവിലെ എത്ര മണിക്കൂർ ഉറങ്ങിയിട്ട് എഴുന്നേറ്റാലും നിങ്ങൾക്ക് ഉറക്കം മതിയായും തോന്നില്ല. അതിൻ്റെ ഒരു മൂഡിനെസ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു സുഖമില്ലായ്മ, ഊർജ്ജമില്ലായ്മ അന്നത്തെ ദിവസം മുഴുവൻ വലിക്കാൻ തുടങ്ങും. അത് വീണ്ടും രാത്രിയാകുമ്പോഴേക്കും കുറച്ചും കൂടെ ആ ഡ്രൗസിനെസ് കൂടിയിട്ടുണ്ടായിരിക്കും. അത് പിറ്റേ ദിവസം ആകുമ്പോൾ അങ്ങനെ 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 ഓരോ ദിവസം കഴിയും തോറും എനർജറ്റിക്കായി മാറുന്നതിനേക്കാൾ അധികം താഴത്തേക്ക് വളരെ വീക്കായി പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ 3 ഫാക്ടറിൽ ഏതാണ് നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്ന കാര്യമെന്ന് നോക്കുക. ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ടെൻഷനും അതുപോലെ തന്നെ ഫിയറും ഭയവും ടെൻഷനും നിരാശയും സങ്കടമൊക്കെ ഒരുപാട് കാലം പോയി കഴിയുമ്പോൾ ഒരു വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ആ വെള്ളത്തിൽ അലിയും. കുറച്ചുകൂടെ ഉപ്പിട്ടാൽ കുറച്ചുകൂടെ അലിയായിരിക്കും. ഒരു ഘട്ടം വരെ ഉപ്പിട്ട് കഴിയുമ്പോൾ പിന്നെ വെള്ളത്തിൽ ഉപ്പ് അലിയാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിൽ ഉപ്പ് അലിയില്ല. അതിനർത്ഥം അതിൽ ഉപ്പില്ലെന്നല്ല, പക്ഷെ ഉപ്പിന് അലിയാൻ പറ്റാത്തത്ര വിധം സാച്ചുറേറ്റഡ് ആയിരിക്കുന്നു എന്നർത്ഥം, നിറഞ്ഞിരിക്കുന്നു. ആ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ കണങ്ങൾക്ക് ഉള്ളിൽ ഉപ്പിൻ്റെ കണങ്ങൾ പോയിട്ട് അങ്ങ് ഫില്ലായിട്ട് ഇനി കയറാൻ ഇടയില്ലാത്ത രീതിയിലായിരിക്കുന്നു. ചിലർക്ക് അങ്ങനെയും സംഭവിക്കും. ടെൻഷനടിച്ച് വറിയായി ഒന്നുകിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നത് ഇങ്ങനെ ടെൻഷൻ കൊണ്ട് നിറഞ്ഞൊരവസ്ഥ. ഈ 3 കാര്യത്തിൽ ഏതാണ് എന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞാൽ അവർക്കത് തിരിച്ചറിയാൻ പോലും പറ്റില്ല. എൻ്റെ മനസ്സിൽ എന്താ നടക്കുന്നത് എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല എന്ന് പറയും. അങ്ങനെ അവസ്ഥയായിട്ടൊരാളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു പേപ്പറും പെന്നും എടുത്തിട്ട് ബുക്ക് എടുത്തിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നോ, മനസ്സിനുള്ളിലേക്ക് നോക്കുക, തോന്നുന്ന കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടേ കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിന് ബോറടിക്കാൻ തുടങ്ങും. അത് തോട്ട്സിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ടിരിക്കും. തോട്ട്സിൻ്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് എന്താണ് ആക്ച്വലായിട്ട് ആ സമയത്ത് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമല്ല. ഏതാണ് നേരത്തെ പറഞ്ഞതിൽ ഭാവിയെക്കുറിച്ചുള്ള വറിയാണോ? എന്നാൽ നിങ്ങൾക്ക് ചോദിക്കുക, ഭാവിയെക്കുറിച്ച് നാളെ ഇത് കഴിഞ്ഞിട്ട് വേണം അവരെ മീറ്റ് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം ആ കാര്യം ചെയ്യാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാണാം, നിങ്ങൾ ശരിക്കും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റി നോക്കിയാൽ പോലും മനസ്സിലാവും. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. കുറച്ച് കഴിയുമ്പോൾ നെടുവീർപ്പിടും കിടന്നിട്ട് ദീർഘശ്വാസം ഇടും, തിരിഞ്ഞിങ്ങോട്ട് കിടക്കും. പിന്നെയും കുറച്ച് ചിന്തിക്കും, ഒന്നും കൂടി ദീർഘശ്വാസം ഇടും, പിന്നെ അങ്ങോട്ട് കിടക്കും. അപ്പോഴും നമുക്ക് തോന്നും ഈ കിടത്തത്തിൽ സുഖമായിട്ടില്ല, മറിഞ്ഞു കിടന്നു, പിന്നെ മലർന്നു കിടന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് സമയം പോക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഒന്നുകിൽ ഭാവിയെക്കുറിച്ചുള്ളതായിട്ടുള്ള വറിയാണ് നിങ്ങൾക്ക്, അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഫീലിങ്സിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഈ 2 സന്ദർഭത്തിലാണ് ഈ രീതിയിലൊക്കെ പെരുമാറാറ്. അപ്പോൾ ഭാവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വയം നമ്മൾ ചോദിക്കുക, ഓക്കെ, ഇന്ന് ഈ നിമിഷം ഈ വരുന്ന 4-5 മണിക്കൂറിൽ ആ കാര്യത്തിന് വേണ്ടി എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് സ്വയം നമ്മൾ തന്നെ ചോദിക്കുക. കാര്യം എന്തെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് നമ്മളോട് ചോദിച്ചു നോക്കുക, എന്താണ് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ആ നിമിഷം ഒന്നും ചെയ്യേണ്ടാവില്ല. അപ്പോൾ ഉടനെ പറയുക, ഓക്കെ, ഇന്ന് ഈ നിമിഷം എനിക്കതിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല എങ്കിൽ ഞാൻ ഇപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഉപബോധ മനസ്സേ, നീ തീർച്ചയായിട്ടും ആ കാര്യത്തിനൊരു സൊല്യൂഷൻ അഥവാ പ്ലാൻ തയ്യാറാക്കി വെച്ചോളണേ, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുക. നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ സംസാരിക്കാൻ തുടങ്ങുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന് ആരോ നമ്മളെ പറഞ്ഞ് ആശ്വസിപ്പിക്കും പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എന്ത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണണോ അതിന് അനുബന്ധമായിക്കൊണ്ട് നിങ്ങൾ ഈ ജന്മത്തിലല്ല മുജ്ജന്മത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തതോ അറിഞ്ഞതോ പഠിച്ചതോ ആയ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പുതിയൊരു പ്ലാനിൻ്റെ രൂപത്തിൽ പുറത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപബോധ മനസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടെ ഉപബോധ മനസ്സ് ശാന്താവും. ബോധ മനസ്സിനെ ശാന്തമാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്ക് കിട്ടും. ഇനി അഥവാ എന്തെങ്കിലും കാര്യം ചെയ്ത് തീർക്കണം എന്നുണ്ടെന്ന് വിചാരിക്കുക, ആ കാര്യം ഇന്ന് ചെയ്തു തുടങ്ങിയ കാര്യമാണ്, കുറച്ചും കൂടെ കഴിഞ്ഞ് അതങ്ങ് തീർച്ചിട്ട് കിടക്കായിരുന്നു എന്ന് തോന്നണമെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, കിടക്കണോടത്ത് എണീക്കുക, അത് വന്ന് കാര്യം ചെയ്ത് തീർക്കുക, സമാധാനമായിട്ട് വീണ്ടും പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, ഈശ്വരൻ്റെ അടുത്ത് സംസാരിക്കുക, എന്നിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ നോക്കുക. ഇതൊന്നുമല്ല, നിങ്ങൾക്കിനി വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് അവർക്ക് അങ്ങനെ സംഭവിക്കുമോ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ആണെങ്കിൽ ഉടനെ സ്വന്തം മനസ്സിനോട് പറയുക, നീ ചിന്തിക്കുന്ന പോലെ മാത്രമേ മനസ്സിൽ നടക്കൂ. അതുകൊണ്ട് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ, നാളെ ഡബിൾ എനർജിയിൽ എഴുന്നേറ്റ് എല്ലാ പ്രശ്നത്തിനും നമുക്ക് സൊല്യൂഷൻ കൊടുക്കാട്ടോ. ഇങ്ങനെയൊക്കെ മനസ്സിനോട് സ്വയം തന്നെ സംസാരിക്കാൻ തുടങ്ങുക. ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് മനസ്സ് അങ്ങനെയുള്ള യാത്രയുടെ സ്പീഡ് നിങ്ങൾ ശരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇങ്ങനെ സ്വയം നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന കാര്യങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങും. കുറച്ച് കാര്യങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വിട്ടിട്ട് നമ്മുടെ മനസ്സിനെ ശാന്താക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുക, നന്നായിട്ട് 4-5 വട്ടം ശ്വാസം വലിച്ചു വിടുക,
ശ്വാസം വലിച്ചു വിട്ട ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്നൊരു നക്ഷത്രമാണ് ഞാൻ എന്നൊരു ഫീല് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ എല്ലാ ആക്ടിവിറ്റി ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു, എന്നെ ഇന്ന് ചെയ്യാൻ ഭഗവാൻ എന്നെ ഏൽപ്പിച്ച എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു, ഞാൻ ശാന്തമായി, ഇനി എൻ്റെ ഡിവൈൻ ബെഡിലേക്ക് ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഈ ശരീരം അവിടെ കിടക്കുന്നതായിട്ടും അതിൽ നിന്ന് ആ കിടക്കുന്ന അതേ അവസ്ഥയിൽ മറ്റൊരു ശരീരം, പ്രകാശം കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരം പതുക്കെ ഉയർന്നു പൊന്തുന്നതായിട്ടും, അങ്ങനെ ഉയർന്നു പൊന്തി അത് ഒരു 21 പടികൾ, നിങ്ങൾക്ക് എത്രയാണോ ഈസിയസ്റ്റ് നമ്പർ തോന്നുന്നത് ആ പതുക്കെ 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 ആ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ നിങ്ങൾ ആ കിടന്നുക തന്നെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 പോകുന്നതായി ഫീൽ ചെയ്യുക. അവിടെ പോയിട്ട് ആ നിങ്ങളുടെ കിടക്കുന്ന ആ ഒരു കട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവിടെയുള്ള പ്രകാശത്തിൻ്റെ അങ്ങനെ ഒരു കട്ടിൽ പോയിട്ട് അങ്ങ് ലയിച്ചതായിട്ടും നിങ്ങൾ അവിടെ പോയിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നതും കാണുക. എന്നിട്ട് ആ ഡിവൈൻ ലൈറ്റ്, ആ പരമാത്മശക്തി, ഈശ്വരൻ, സ്നേഹസാഗരൻ, എൻ്റെ കുഞ്ഞിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ നേരം വരെ, ദിവസവും ആണ് കേട്ടോ. രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കാത്ത് നമ്മുടെ അച്ഛനായ പരമപിതാവായിരിക്കുന്ന പരമേശ്വരനായിരിക്കുന്ന സർവശക്തനായ ഭഗവാൻ നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ മടിത്തട്ടിൽ ചെല്ലുക, ആ പ്രകാശത്തിൻ്റെ കിടക്കയിൽ കിടക്കുക. എന്നിട്ട് ആ ലൈറ്റ് ഇങ്ങനെ മേലെ വന്ന് തൻ്റെ കിരണങ്ങളാൽ നമ്മളെ മസാജ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുക. ആ സോഫ്റ്റായിട്ടൊരു അച്ഛൻ കുഞ്ഞിനെ തട്ടി തട്ടി ഉറക്കും പോലെ, അമ്മ മൃദുവായ കൈകൾ കൊണ്ട് കുഞ്ഞിനെ തലോടും പോലെ, ആ സ്നേഹവാത്സല്യം കൊണ്ട് തലോടുന്ന കൈകൾ കൊണ്ടുള്ള ആ തലോടലേറ്റ് ആനന്ദത്തിൽ ലയിച്ചങ്ങനെ കിടക്കുക. ആ ആനന്ദത്തിൽ ഇങ്ങനെ ലയിക്കാൻ തുടങ്ങുന്നതോടെ നമ്മൾ ഉറക്കത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഉണരും. ആ ഉറക്കം വരാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ആ ഡിവൈൻ ലൈറ്റിനോട് പറയണം, എനിക്ക് ഇത്ര മണിക്ക് എണീക്കണം അമ്മേ അല്ലെങ്കിൽ അച്ഛ, ആരാണോ നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ടുള്ള ഇമോഷണൽ ടച്ച് ഉള്ളത് അവരോട് പറയാൻ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ നോക്കിക്കോളൂ. ആ സമയത്ത് നിങ്ങൾ ഉണർന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉറങ്ങി ഉണരുന്നൊരു ഫീല് നമുക്കുണ്ടാകുമ്പോൾ രാത്രിയിലെ ഒരു 4 മണിക്കൂർ ഉറക്കം പോലും അഗാധമായിട്ടുള്ള നിദ്ര തരും. വളരെ സുഖനിദ്ര, ശക്തിശാലിയായിട്ടുള്ള നിദ്ര. അത് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ കീഴടക്കാനുള്ള എനർജിയോട് കൂടിയിട്ട് പ്രഭാതത്തിൽ ഭഗവാനെ കണി കണ്ട് ഉണരാനും സാധിക്കും. ഈ രീതി പ്രാക്ടീസ് ചെയ്താൽ ഡിവൈൻ ബെഡിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു സമയത്ത് ഉറക്കം കൊണ്ട് ശരീരവും മനസ്സും ഒരുപോലെ ഹീൽ ചെയ്യപ്പെടും. ഉറക്കം നമുക്ക് ശരീരത്തിന് ഹീൽ ചെയ്യാനുള്ള സാധനമാണ്. സുഖനിദ്ര ശരീരത്തിലെ രോഗങ്ങളെ ഇല്ലാതാക്കും. നിദ്രയിൽ കൂടി ടെൻഷൻ അടിച്ചുരുളുന്നത് ശരീരത്തിലെ രോഗങ്ങളെ കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് രോഗമുക്തി നേടാം, നമുക്ക് നല്ല ആരോഗ്യത്തോടെ പ്രവർത്തിക്കാം, സുഖനിദ്രയെ അനുഭവിക്കണം. ഈ ഒരു പ്രാക്ടീസ് സിമ്പിളാണ്, സിംപ്ലസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ചെയ്തു നോക്കാനും. അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല എന്ന് പരാതിയുള്ള എല്ലാവർക്കും ആ ഉറക്കം മതിയായി ധാരാളം ഉറങ്ങാൻ പറ്റിയെന്നും അധികമായി എന്ന് തോന്നുന്നവർക്ക് അതിനും ഇത് സൊല്യൂഷനാണ്. കൃത്യമായ ഉറക്കത്തോടെ ഉണരാനുള്ളതായിട്ടുള്ള ശക്തിയും രണ്ടും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.